നമസ്കാരം അമേരിക്ക. റോക്കറ്റുകൾ നക്ഷത്രങ്ങളിലേക്ക് അയക്കൂ. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിനിടെ ഇലോൺ മസ്കിന്റെ എക്സിലൂടെയുള്ള സമാധാന സന്ദേശം പോയ വാരം ഏറെ ശ്രദ്ധേയമായിരുന്നു. പശ്ചിമേഷ്യയ്ക്കൊപ്പം യുദ്ധഭീതിയിൽ മധ്യേഷ്യയും പുകയാൻ തുടങ്ങിയിട്ട് കുറച്ചായിരിക്കുന്നു. ഇറാൻ കൂടി ഫ്രെയിമിലെത്തുന്നതോടെ സംഘർഷത്തിന്റെ വ്യാപനശേഷി കൂടിയെന്നാണ് പൊതുവായ വിലയിരുത്തൽ. ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാൻ ഉപയോഗിച്ച ഡ്രോണുകളുടെ എഞ്ചിൻ നിർമ്മിച്ചവർക്ക് വരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇവിടെ വരെ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. അതേസമയം ആക്രമണത്തിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഉപരോധമെന്ന് US ട്രഷറി സെക്രട്ടറി ജാനറ്റ് യെലന്റെ വിവക്ഷയുമുണ്ട്. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഭീതിയിലോ രാജ്യങ്ങൾ. ഇറാൻ കൂടി യുദ്ധരംഗത്തേക്ക് വരുമ്പോൾ കലുഷിതമാകുമോ സാഹചര്യം? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. കൈവിട്ട കളിയോ? ഇന്നത്തെ എന്റെ അതിഥികൾ: മലയാളി മുസ്ലിംസ് നോർത്ത് അമേരിക്ക അംഗവും IT പ്രൊഫഷണലുമായ ഷെമി അന്ത്രു, UK ബ്രിസ്റ്റോൾ ബ്രാഡ്ലി സ്റ്റോക്ക് മുൻ മേയറും UK കൺസർവേറ്റീവ് ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവുമായ ടോം ആദിത്യ, കൺസർവേറ്റീവ് പാർട്ടി അനുഭാവിയും സംരംഭകനും IT കൺസൾട്ടന്റുമായ ജോൺ പണിക്കർ എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ്. ആദ്യം ശ്രീ ടോമാദിത്യയിലേക്കാണ്. ശ്രീ ടോമാദിത്യ, 1970-കളിൽ ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖൊമൈനി ഇസ്രായേലിനെ ചെറിയ ചെകുത്താനെന്നും അമേരിക്കയെ വലിയ ചെകുത്താനെന്നും ഒക്കെ വിശേഷിപ്പിച്ചിരുന്നു. ഇപ്പോൾ എന്തായാലും വിളിച്ചു വരുത്തിയതുപോലൊക്കെ തന്നെ ഇറാൻ ഈ യുദ്ധത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. ഇറാൻ കൂടി ഈ യുദ്ധമുഖത്തേക്ക് വരുമ്പോൾ കൂടുതൽ സംഘർഷഭരിതമാകുമോ കാര്യങ്ങൾ? ഈ യുദ്ധം അത് പശ്ചിമേഷ്യയിലേക്ക് കൂടി വ്യാപിക്കാനുള്ള ഒരു സാഹചര്യം എത്രത്തോളമാണ്? തീർച്ചയായും ഇത് നമുക്കറിയാമല്ലോ. ഈ സമയത്തുള്ള ഒരു പ്രയാണം ഇപ്പൊ യുദ്ധത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം ഒത്തിരിയധികം പല ചർച്ചകളും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. പക്ഷെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിന്റെ വേറൊരു പശ്ചാത്തലം, ടർക്കി കഴിഞ്ഞാൽ ഇസ്രായേലിനെ അംഗീകരിച്ച മുസ്ലിം ഭൂരിപക്ഷമുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇറാൻ. 1950 മുതൽ 1979 വരെ നല്ല വ്യാപാര കരാറും നല്ല ബന്ധങ്ങളും ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ. ഇറാൻ വളരെ നല്ല നല്ല ഒരു പ്രദേശമാണ്. നമുക്കറിയാമല്ലോ, പേർഷ്യ എന്ന് പറയുന്ന സംവിധാനം ആണ് പലപ്പോഴും കൂടുതൽ യഹൂദര് താമസിച്ചിരുന്നത് പേർഷ്യയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പണ്ട് ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടിയത് പേർഷ്യയുടെ ചക്രവർത്തിയുടെ ഇടപെടലിലൂടെ. പക്ഷേ നമുക്ക് അറിയാം, 1980 മുതൽ 88 വരെയും ഇറാൻ ഇറാഖ് വാറിനിടയിലും ഇസ്രായേലിന് ആണ് അതിന് ലോജിക്കൽ സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ഇറാൻ നമ്മൾ ഈ മതവും ഇതുമൊക്കെ മാറ്റി വെക്കണം. ഇത് പലപ്പോഴും നമ്മൾ അറിയാതെ ഇതിന്റെ ഒരു ആവിർഭാവം വന്ന് നമ്മുടെ ചർച്ചകള് അതിന്റെയുള്ള കമന്റുകളൊക്കെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും അതിശയം തോന്നുന്നുണ്ട്. വാസ്തവത്തെ ഫാക്ട്സിനെ ഫാക്ട്സ് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുകയും അത് മനസ്സിലാക്കുകയും ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വെസ്റ്റ് ഏഷ്യയിൽ ഒരു യുദ്ധത്തിന്റെ ഭീഷണി നമ്മൾ നിൽക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ സത്യം പറഞ്ഞാൽ വിചാരിക്കേണ്ട ഇവിടെ ഇത് നമ്മൾ പലപ്പോഴും ഇവിടെ ചർച്ചകളിലാണ്. ബുദ്ധിമുട്ട് അങ്ങനെ അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട്. ഇന്നത്തെ ABC ന്യൂസിൽ എടുത്താലും ഏറ്റവും അധികം ഇസ്രായേലിലും അതുപോലെ തന്നെ അവിടെ പലസ്തീനിലും, അതായത് ഗാസയിലും അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം ഹങ്കർ ക്രൈസിസ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് മാറി നമ്മൾ ഈ യുദ്ധത്തിന്റെ ഒരു സ്കോർ ബോർഡിലെ എണ്ണം പോലെ എടുക്കേണ്ടതല്ല ഇത്. പക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇപ്പോഴും വരെയുള്ള ഒരു നോക്കിയാൽ പരോക്ഷമായിട്ടായിരുന്നു ഇറാൻ യുദ്ധ മുഖത്തുണ്ടായിരുന്നത്. കാരണം ഹമാസിലൂടെയും ഹിസ്ബുള്ളിലൂടെയും ഹൂഥികളിലൂടെയും ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് പരോക്ഷമായി. പക്ഷേ ഇത് മുന്നോട്ട് കടന്നു വരുന്നില്ല. ഇതിന്റെ നമ്മൾ നോക്കിയാൽ ഒക്ടോബർ 7 അറ്റാക്കിനെ കോർഡിനേറ്റ് ചെയ്തിരുന്ന ഒരു ജനറലിനെയാണ് കഴിഞ്ഞ മാസം ഡമാസ്കസിലെ അവിടെ എംബസിയുടെ അനക്സിന്റെ അറ്റാക്കിലൂടെ അവർ കൊല്ലപ്പെടുത്തുവാൻ ശ്രമിച്ചു. അത് വേറൊരു ജനറലിന്റെ കൂടെ പേര് അവരുടെ മനസ്സിലുണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്റലിജൻസിന്റെ രീതിയിൽ. എങ്കിലും നമുക്കതറിയാം, അത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ക്വസ്റ്റ്യനിങ്. എന്നാൽ ഇറാനേക്ക് നീ വാ, എന്റെ അടുത്ത് നേരിട്ട് വാ, നീ ഒളിച്ചല്ലേ കളിക്കുന്നു, നീ മൂന്നുമായി എന്ന് ഇസ്രായേലിന്റെ ഒരു സത്യം പറഞ്ഞ ഒരു വെല്ലുവിളിയാണ്, ഒരു ചൊറിഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്.
അതിനുശേഷം ഒരു ഏകദേശം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ 48 hours എന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞാലും ഏതായാലും ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ സിംബോളിക് അറ്റാക്ക് ഒരു 350ഓളം ബാലിസ്റ്റിക് ആസ് വെൽ ആസ് ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് അയക്കുന്നത് ഇറാനിൽ നിന്ന്. പക്ഷേ ഇസ്രായേലിന്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റോ പിന്നെ ഒരു ടീം വർക്ക്, ഒരു നാറ്റോയുടെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നുകൊണ്ട്, അത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അതിനെ ഒത്തിരിയും തടുക്കുവാൻ സാധിച്ചു. അത് പലപ്പോഴും ജോർദനും അതിന്റെ കൂട്ടത്തിൽ കൂടി നമ്മൾ ഓർക്കണം, ജോർദൻ വാസ് ആക്ച്വലി ഓൾസോ എ ഫോഴ്സ് ടു ആക്ച്വലി കൗണ്ടർ ദീസ് അറ്റാക്ക്. അപ്പൊ ഇതെന്തിനാ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇത് എസ്കലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ മേളിലേക്ക് ഒന്നും പതിക്കുകയും വലിയ കാര്യമായിട്ടുള്ള ഒരു ഇതൊന്നും ഉണ്ടായില്ല. ഒരു കുട്ടിക്ക്, ചെറിയൊരു ഒരു പലസ്തീൻ കുട്ടിക്കാണ് സത്യം പറഞ്ഞ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ചെറിയ പരിക്കുണ്ടായിരുന്നു. പക്ഷേ ദേ ഡോണ്ട് വാണ്ട് ടു ആക്ച്വലി ഈവൻ ഇസ്രായേൽ, അതിന് തന്നെ ഒത്തിരി കോൺഫ്ലിക്റ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇത് നമുക്കറിയാം, ഇറാനെ ഇത് വന്നപ്പോഴാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒരു ജീവശ്വാസം വന്നത്. കാരണം ഇസ്രായേലിനുള്ളില് വളരെയധികം സംഘർഷങ്ങൾ ഇതിനോട് നടക്കുകയാണ്. അവിടെ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. യുദ്ധമുഖത്താണെങ്കിലും അവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തെ മാറ്റുവാൻ വേണ്ടി ഹോസ്റ്റേജസ് ആയിട്ടുള്ളവരെ വിട്ടുകിട്ടാത്തവരെ, അവരുടെ ഫാമിലീസ് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇത് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഇദ്ദേഹത്തിന്റെ അൾട്രാ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്സ് ഉണ്ട് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യും, ക്യാബിനറ്റ്. അവരുടെ ഒരു പ്രഷർ കൊണ്ടായിരിക്കാം ഇത് ടിക് ഫോർ ടാക്ക്, നീ എന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ വന്ന് അടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇസ്രായേൽ തിരിച്ച് എയർ സ്ട്രൈക്ക് നടത്തി. ആൻഡ് ദേ ക്ലീൻ ഷോൺ ടു ദ വേൾഡ്, അവരെ ക്ലെയിം ചെയ്തില്ല അത് ഞങ്ങളാണ്, അതാണ് രസം. പക്ഷെ ദേ ഷോൺ ടു ദ വേൾഡ് ഇത് എവിടെയാണ് പതിച്ചതെന്നും അതിന്റെയൊക്കെ പടങ്ങൾ ഉൾപ്പെടെ ആൾക്കാർക്ക് കാണിക്കാനായിട്ട് പത്രമാധ്യമങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. അപ്പൊ സോ ദേ വോണ്ട് ടു ഷോ ദാറ്റ് ഐ ക്യാൻ ഡു ഇറ്റ് ഈവൻ യുവർ അണ്ടർ യുവർ നോസ്. കാരണം ഇറാന്റെ ന്യൂക്ലിയർ വാർഹെഡ്സ് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പണിപ്പുരകളുടെ അടുത്ത് തന്നെയാണ് ഇതിന്റെ ഫലപ്പെടും, അല്ലെങ്കിൽ എയർ ബേസിന്റെ അടുത്താണ് വന്നത്. അപ്പൊ അവിടെ നിന്നാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ വിട്ടതെന്നാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ടാർഗറ്റ്സിലേക്ക് തന്നെ വിട്ടത്. അത് ഉള്ളിലാണ്, ഇറാന്റെ അടുത്തതല്ല, ഉള്ളിലേക്കുള്ള പല പ്രൊവിൻസുകളും. ഇറ്റ് വാസ് ഓൾസോ എ സിംബോളിക് വൺ. പക്ഷേ ഞാൻ വിചാരിക്കുന്നത്, എന്റെ ഒരു കണക്കൂട്ടില്ല, ഐ എം നോട്ട് ആൻ എക്സ്പെർട്ട്, ബട്ട് ഇതൊരു എസ്കലേഷനിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് എന്റെ വിഷയം. ഇറ്റ്സ് എ കോംപ്ലക്സ് സിറ്റുവേഷൻ. ഇത് കാരണം ഇറാൻ അതിനെ എടുത്തത് ഒരു സിംബോളിക് രീതിയിലാണ്. ദേ ഹാവ് ഈവൻ ഓൺ ഇറ്റ്. ഓക്കെ, അതിനകത്തൊരു പ്രശ്നം ഉണ്ടായെന്ന് പോലും കണക്കാക്കാത്ത രീതിയിലാണ് ഇതുണ്ട്. അപ്പൊ അതുപോലെ എനിക്ക് തോന്നുന്നു മറ്റാൾക്കാർക്ക് ഇതിനകത്ത് സംസാരിക്കണ്ടേ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സമയത്ത് ഐ വിൽ നോട്ട് തിങ്ക് ദാറ്റ് ദ വാർ വിൽ ബി ഓവർ. ഇതൊരു എസ്കലേഷൻ ഉണ്ടാകാതെ നിൽക്കുമെന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. കാരണം അമേരിക്കയും ആ രീതിയിലുള്ള സന്ദേശമാണ്. നമ്മൾ ബ്രിട്ടനിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന സന്ദേശം, ഇങ്ങനെയുള്ള ഇസ്രായേലിന് സെൽഫ് ഡിഫൻസിന് അവകാശം ഉള്ളപ്പോൾ തന്നെ, പക്ഷെ ദേ ഹാവ് ടു ബി വെരി കെയർഫുൾ. കാരണം പലപ്പോഴും ടാർഗറ്റ്സിൽ അല്ലാതെ ഹോസ്പിറ്റലിലേക്കുള്ള ഇത് ഒഴിവാക്കണമെന്നുള്ള വാർണിംഗ് ഇസ്രായേൽ കൊടുത്തു. നമ്മൾ ഹ്യൂമാനിറ്റേറിയൻ നീഡ്, ഗസയിലെ പട്ടിണി പാവങ്ങൾക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന സംവിധാനങ്ങൾക്ക് വേണ്ടി, അങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഇതാണ് എനിക്ക് പറയാം. മറ്റ് പാനലിസ്റ്റുകളെ ശേഷം ഞാൻ അത് ശരി. ശ്രീ ഷെമി അന്ത്രു, എന്തായാലും വലിയ ഉപരോധങ്ങളാണ് അമേരിക്കയും ബ്രിട്ടനും ഇപ്പോൾ ഇറാനും മേൽ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ജാനറ്റ് യെലൻ പറയുകയും ചെയ്തു, ഇറാനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഉപരോധങ്ങൾ എന്ന്. ഈ ഉപരോധങ്ങൾ കൊണ്ട് മാത്രം ഉപരോധിക്കാനാകുമോ ഈ ഒരു സംഘർഷം? ഉപരോധങ്ങൾ ഇറാന് പുത്തരിയല്ല എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. കാരണം എത്രയോ കാലമായി ഉപരോധങ്ങളിൽ കഴിയുന്ന രാജ്യമാണ് ഇറാൻ. പക്ഷേ ഉപരോധങ്ങളിൽ കഴിയുമ്പോൾ തന്നെ അവർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ടെക്നോളജിയും അവരുടെ ആ ഒരു റെസിസ്റ്റൻസും സസ്റ്റെയിൻസും അതാണ് ഇപ്പോ നമ്മൾ കാണുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ അടുത്ത കാലഘട്ടത്തിൽ ഇറാൻ, റഷ്യ, ചൈന, അതിനേക്കാൾ ഉപരി സൗദി അറേബ്യ, അതായത് ഇറാനും സൗദി അറേബ്യയും ഒരുമിച്ച ഒരു ചർച്ചയിൽ വരുന്നു. അതിന് ചൈന മധ്യസ്ഥത വഹിക്കുന്നു. ഇത്തരം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ചേരി രൂപപ്പെടുന്നതൊക്കെ നമ്മൾ ഈ അടുത്ത് കണ്ടതാണ്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് ഇപ്പോഴേ ഈ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം ഉപരോധങ്ങളിൽ കൂടി എന്ന് ഇറാനെ പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ ഇറാനെ നിയന്ത്രിക്കുക എന്നത് അല്ല. അപ്പൊ ഈ ഒരു പ്രത്യേക പ്രശ്നത്തിലാണെങ്കിൽ പോലും നമ്മള് ഇപ്പൊ ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ചർച്ച ചെയ്യുമ്പോൾ
ഇവരുടെ രണ്ടുപേരുടെയും മോഡ് ഓഫ് ഓപ്പറേഷൻ അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോകുന്നത് നന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ മിലിറ്ററി കമ്പാരിസൺ അതിൽ വലിയ കാര്യമില്ല. കാരണം വെച്ചാൽ ഇപ്പം എയർഫോഴ്സിലാണ് ഇസ്രായേൽ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത്. എന്നാൽ നേവിയിലും അതുപോലെ മിലിറ്ററിയിലുമെല്ലാം ഇറാൻ ഒരുപാട് മുന്നിലാണ്. ന്യൂക്ലിയർ പവറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇസ്രായേൽ ഒരു അപ്രഖ്യാപിത ന്യൂക്ലിയർ പവറാണ്. ഇറാൻ ഇപ്പോ ഈ അടുത്ത് ഇന്നലെയോ മിനിഞ്ഞാന്നോ ഉണ്ടായ ആ ഒരു ഡ്രോൺ ആക്രമണത്തില് അതിനെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ ടെഹ്റാൻ പ്രതികരിച്ചത് ദേ ക്യാൻ ചേഞ്ച് ദെയർ സ്ട്രാറ്റജി, ന്യൂക്ലിയർ സ്ട്രാറ്റജി എന്നൊരു എന്നൊരു പ്രസ്താവന അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതായത് അവർക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് വേണമെങ്കിൽ ന്യൂക്ലിയർ വാർഹെഡ്സ് ഡെവലപ്പ് ചെയ്യാനും ഉപയോഗിക്കാനും പറ്റും എന്നാണ്. കാരണം അവർ എത്രയോ കാലമായി അവരുടെ ന്യൂക്ലിയർ ടെക്നോളജി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ അടുത്ത് വന്ന പ്രസ്താവനയിൽ നിന്ന് നമുക്കത് ഏതാണ്ട് ഉറപ്പിക്കാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയി ഡെവലപ്പ് ചെയ്താൽ, ഐ മീൻ കൂടുതൽ എസ്കലേറ്റ് ചെയ്യപ്പെട്ടാൽ അത് ലോകത്തിന് തന്നെ ഒരു ഭീഷണിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് മാത്രമായിട്ട് നിൽക്കില്ല. പ്രത്യേകിച്ച് റഷ്യ ഓൾറെഡി ഇൻ എ വാർ ഫ്രണ്ട് വിത്ത് നാറ്റോ. ഉക്രൈനിൽ റഷ്യ ഒരു വാർ ഫ്രണ്ടിൽ ഓപ്പൺ ആണ് ഓൾറെഡി. പിന്നെ അത് കൂടാതെ ഇറാനും റഷ്യയും തമ്മിൽ ആയുധ കൈമാറ്റവും അതുപോലെയുള്ള ഡീലുകളെല്ലാം ഉണ്ട്. ഇറാനിയൻ ഡ്രോൺസ് ആണ് റഷ്യ യൂസ് ചെയ്തത് ഉക്രൈൻ വാറിൽ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മള് ഇവിടെ ഇറാൻ എങ്ങനെയാണ് ഇറാൻ ഈ സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് നമ്മൾ കാണണം. ഇപ്പൊ ഇറാന്റെ പ്രതികരണവും ഇസ്രായേലിന്റെ പ്രതികരണവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതാണ്. അതായത് ഇറാൻ ഇവിടെ രണ്ട് ഫാക്ച്വൽ എറേഴ്സ് ഞാൻ ടോം സാർ പറഞ്ഞ രണ്ട് ഫാക്ച്വൽ എറേഴ്സ് ഞാൻ കറക്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണം. ഒന്ന്, 48 മണിക്കൂർ അല്ല 12 ദിവസം എടുത്തിട്ടാണ് ഇറാൻ ഈ അറ്റാക്ക് ചെയ്യുന്നത്, ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നത് 12 ദിവസം കഴിഞ്ഞിട്ടാണ് സിറിയൻ കോൺസുലേറ്റിലെ അറ്റാക്കിന് ശേഷം. പക്ഷേ 72 അവേഴ്സ് അഡ്വാൻസ് നോട്ടീസ് കൊടുത്തിരുന്നു. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനും അതുപോലെ ഫ്രാൻസിനും മറ്റ് രാജ്യങ്ങൾക്കെല്ലാം അഡ്വാൻസ് നോട്ടീസ് കൊടുത്തിട്ടാണ് ഇറാൻ അറ്റാക്ക് ചെയ്യുന്നത്. അത് സിംബോളിക് എന്ന് പറഞ്ഞാൽ പോരാ, അതിനൊരു അറ്റാക്ക് എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ഇറ്റ് വാസ് ജസ്റ്റ് എ മെസ്സേജ്. ഇറാൻ ജസ്റ്റ് വാണ്ടഡ് ടു സെൻഡ് എ മെസ്സേജ് അക്രോസ് ദ വേൾഡ്. ലൈക്ക് ഞങ്ങൾ വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യും, ഞങ്ങൾക്ക് അത് കഴിയും, പക്ഷേ ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാനാണ്, ഇവിടെ കൊണ്ട് നിർത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് ഇറാൻ പറഞ്ഞു. കൂടാതെ ഇറാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. ഈ സിറിയയിലെ ഇറാനിയൻ കോൺസുലേറ്റിനെ അറ്റാക്ക് ചെയ്യുകയും അവിടുത്തെ ഇറാനിയൻ കമാൻഡറെയും അതുപോലെ ഒന്നിൽ കൂടുതൽ മിലിറ്ററി ഒഫീഷ്യൽസും വധിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ചെയ്താൽ ഒരു ഫോറിൻ ഒരു രാജ്യത്തിന്റെ കോൺസുലേറ്റ് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ആക്രമിക്കുന്നതിന് തുല്യമാണ്. അപ്പോ നിയമപ്രകാരമായി തന്നെ ലോഫുള്ളി ഇറാനെ തിരിച്ചാക്രമിക്കാനുള്ള അവകാശമുണ്ട്. അത് UN ചാർട്ടർ പ്രകാരം ഐ തിങ്ക് ആർട്ടിക്കിൾ 51 ആണെന്ന് തോന്നുന്നു, പ്രകാരം ഇറാൻ ആ അവകാശമുണ്ട്. ആ അവകാശമാണ് ഇറാൻ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് ഇറാൻ അതും അഡ്വാൻസ് നോട്ടീസ് കൊടുത്ത്. നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പം ഇറാൻ അയച്ച 300ഓളം ഡ്രോണുകളും അതുപോലെ ക്രൂസ് മിസൈൽസും ബാലിസ്റ്റിക് മിസൈൽസും യൂസ് ചെയ്തിട്ടുണ്ട്. ഇതില് ഒരു പ്രധാന പങ്ക് ഇതിന്റെ പ്രതിരോധത്തിൽ, അതായത് ലാർജ് നമ്പർ ഓഫ് ഡ്രോൺസ് ഡൗൺ ചെയ്തത് ജോർദാനാണ്. അപ്പോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഇത് ഒരു മെസ്സേജ് എന്നതിൽ മാത്രം നിർത്താനായിട്ട് ഇറാൻ എത്രത്തോളം കരുതൽ സ്വീകരിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതേസമയം ഇസ്രായേലിന്റെ ഭാഗത്ത് വരുന്ന പ്രതികരണങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും യാതൊരു വിധത്തിലുള്ള മര്യാദകളും പാലിക്കാതെ, അതായത് ഏറ്റവും വലിയ അലയായിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഇസ്രായേൽ അത് ചെയ്തത്. എത്രയോ ആളുകളുടെ ഇന്റർവ്യൂ അടക്കം അതുപോലെ പ്രസ് മീഡിയയുടെ ബൈറ്റ് അടക്കം പുറത്തു വന്നിട്ടുണ്ട്. മൊമെന്റ്സ് ബിഫോർ മാത്രമാണ് അമേരിക്കയെ പോലും ഇസ്രായേൽ ഇത് അറിയിച്ചത്, സിറിയൻ കോൺസുലേറ്റ് അറ്റാക്ക് ചെയ്യുന്ന കാര്യം അറിയിച്ചത്. അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരുടെയും രണ്ട് രാജ്യങ്ങളുടെയും നടപടികളിലെ ഉള്ള വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. ശരി, ശ്രീ ജോൺ പണിക്കർ, ഇപ്പോൾ ശ്രീ ഷെമി അന്ത്രു പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ഒരു മെസ്സേജ് കൊടുക്കാൻ ഏറെ കരുതലോടെ മുന്നറിയിപ്പൊക്കെ നൽകി ഇറാൻ നടത്തിയ ഒരു ആക്രമണം,
അതേസമയം ഇസ്രായേലിന്റെ ആക്രമണം എന്ന് പറയുന്നത് യാതൊരു യുദ്ധമര്യാദകളും പാലിക്കാതെയുള്ള ഒരു ആക്രമണം. ഈ പറയുന്ന 300-ലേറെ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണത്തെ നമുക്ക് വെറും ഒരു സന്ദേശം നൽകൽ മാത്രമായി അത്തരത്തിൽ നിസ്സാരവൽക്കരിക്കാനാകുമോ ഈ ഒരു സാഹചര്യത്തിൽ? ഹലോ, നമസ്കാരം. നമുക്കറിയാം, ഹമാസ് 5000 റോക്കറ്റ് വിട്ടപ്പോഴും എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിരുന്നു. 5000 റോക്കറ്റ് വിട്ടപ്പോൾ ഇത്രത്തോളം ഉണ്ടായില്ലെങ്കിൽ ഒരു 300 റോക്കറ്റ് വിട്ടാൽ എന്താണ് ഉണ്ടാവാൻ? ഒന്നും ഉണ്ടാവാനില്ല. they know that they're gonna be sorry, അത് എന്താ പറയുന്നത്, അതിനെ തടയുമെന്നും അത് ഇസ്രായേൽ വരെ വരേണ്ട കാര്യമില്ല. ഇസ്രായേലിന്റെ എയർ പ്രോക്സിമിറ്റിയിലുള്ള വരേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് തന്നെ സൗദിയിൽ വെച്ചോ ജോർഡാനിൽ വെച്ചിട്ടോ അമേരിക്കൻ ബേസിൽ അടക്കണം. ഇസ്രായേൽ ഹാസ് മൾട്ടി ലെയർ ഡിഫൻസ് സിസ്റ്റംസ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് അമേരിക്ക ഇസ്. സോ അങ്ങനെ ഒരുപാട് മൾട്ടി ലെയർ കഴിഞ്ഞിട്ട് ഇറാനിൽ നിന്നൊരു സാധനം പൊങ്ങുമ്പോൾ തന്നെ ഇസ്രായേലിനെ അറിയാൻ പറ്റും. അത് അവിടെ വെച്ച് തന്നെ തുറക്കാം. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇസ്രായേലിൽ തന്നെ വന്ന് വീഴാൻ വേണ്ടിയിട്ട് അവർ അനുവദിച്ചതായിരിക്കും ഒരു പക്ഷേ. കാരണം ഒരു എവിഡൻസിന് വേണ്ടിയിട്ടും തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു റൈറ്റിന് വേണ്ടിയിട്ടും ആയിരിക്കും ഒരു പക്ഷേ അവർ അനുവദിച്ചത് ഈ സംഭവങ്ങളൊക്കെ. ഒന്നും സംഭവിച്ചില്ല. 350 ദേ ഓൾറെഡി നോ. ഈ ഇറാന്റെ കയ്യിലും ഹിസ്ബുള്ളയുടെ കയ്യിലും ഒക്കെ ഏകദേശം 150,000-ഓളം മിസൈലുകൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അത് പല ടൈപ്പാണ്. ചെറിയ ഇതുപോലുള്ള നമ്മുടെ വയലിലൊക്കെ വീണ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ ഉള്ളതും അതുപോലെ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇറാൻ ഹാസ് ബീൻ ഡെവലപ്പിംഗ് ഇറ്റ് ഫോർ എ ലോങ് ടൈം. എവറിബഡി നോസ് ദാറ്റ്. ദ പ്രോബ്ലം ഈസ് അത് എൻറിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് ഒരു പ്രോഗ്രസിന്റെ ഒരു ലീഡറിനെ മാനേജർ വടവർ ജനറോ തട്ടുകയാണ്. അപ്പോൾ ആ ഒരു പ്രോഗ്രസ് അവിടെ സ്ലോ ആകും. സ്റ്റിൽ കീപ്പ് ഓൺ ഡൂയിങ് ഇറ്റ്. ഇപ്പോൾ ഈ ഇസ്ഫഹാനിലാണ് നമ്മൾ ഇസ്രായേലിൽ തിരിച്ചെടുത്തത്. പക്ഷെ ഇസ്രായേലിൽ വിട്ട ഒരെണ്ണം ആണെങ്കിൽ ഒരു റോക്കറ്റ് വിടേണ്ട അത് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ വീണു എന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഒരു 10 ഇട്ട് കഴിഞ്ഞാൽ 10 ഇസ്രായേല് വിചാരിക്കുന്ന സ്ഥലത്ത് വീഴാനുള്ള കപ്പാസിറ്റി ഇസ്രായേലിനുണ്ട്. അത് ഇറാനിന് അതിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പോ ഇസ്രായേല് ചെയ്ത ഇറ്റ്സ് ലൈക്ക് എ വാർണിംഗ് ഷോ. we have the capacity to strike anywhere in Iran എന്നുള്ള ഒരു മെസ്സേജ് ഇവിടെ വരുന്നത്. വളരെ അത് മിലിറ്ററി ബേസ് ടെഹ്റാൻ. എനിക്ക് തോന്നുന്നത് ഇറാന്റെ ക്യാപിറ്റലിൽ നിന്ന് വെറും 200 മൈലേ ഉള്ളൂ ഈ മിസൈൽ വീണ സ്ഥലം. അതുപോലെ തന്നെ ഒരു മിലിറ്ററി ബേസിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഇത് വീണത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആയത്തുള്ള ഖുമൈനിയുടെ ബർത്ത്ഡേയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പല കാര്യങ്ങളുണ്ട്. ഒരു നഥാൻ എയർബേസിലാണ്. അപ്പൊ ഇതെല്ലാം ഒരു സ്ട്രോങ് മെസ്സേജ് ആണ്. സ്റ്റേ അവേ ഫ്രം ദിസ് ഫൈറ്റ്. അതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇസ്രായേലിന്റെ മെസ്സേജ്. വി ആർ ഡീലിംഗ് ദിസ് സിറ്റുവേഷൻ. ഗാസയിലെ സിറ്റുവേഷൻ ഇടപെടുന്നു, മാറി നിൽക്കുക. പിന്നെ ജോർഡൻ മാറി നിൽക്കുന്നു, ഈജിപ്റ്റ് മാറി നിൽക്കുന്നു, സൗദി അറേബ്യ, മോസ്റ്റ് ഓഫ് ദോസ് നൈബറിംഗ് കൺട്രീസ്. അവർക്ക് ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ വയ്യല്ലോ. ആർക്കും ഒരു യുദ്ധം എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ആർക്കും ആവശ്യമില്ല. സോ മെനി പീപ്പിൾ ആർ സഫറിങ്. ഇറാനിൽ തന്നെയാണെങ്കിൽ ജനങ്ങൾക്ക് ഈ യുദ്ധം ആഭ്യന്തര കലാപത്തിനുണ്ടാവാനുള്ള ചാൻസുകൾ റിസ്ക് അവിടെ ഉണ്ട്. പിന്നെ ഈ റഷ്യ എത്ര നാളായിട്ട് ഒരു ചെറിയ യുക്രൈൻ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്തെ റഷ്യ എന്ന് പറയുന്ന ഒരു ഇത്രയും വലിയ സംഭവമാണെന്ന് പറയുന്നു. നമ്മൾ പൊലിപ്പിച്ച് പറയുകയാണ്. ഇറാൻ ഭയങ്കരമായ സംഭവമാണ്, ഇറാൻ അടിച്ചാൽ തീർന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പൊലിപ്പിച്ച് പറയുമ്പോഴും യാഥാർത്ഥ്യം വളരെ വ്യത്യസ്തമാണ്. 250 റോക്കറ്റ് ഇവിടെ ഒന്നും സംഭവിച്ചില്ല. ഇവിടെ ഒരു റോക്കറ്റ് ഇവിടെ കറക്റ്റായിട്ട് അതോട് വീണു. അപ്പോൾ അത് വ്യക്തമായൊരു മെസ്സേജാണ്. പക്ഷെ ആ ഒരു മെസ്സേജോടുകൂടി രണ്ടുപേരും ഡബിൾ ഡൗൺ ചെയ്യാണ്. ഇസ്രായേൽ ആയാലും ഇറാൻ ആയാലും എല്ലാം ഡബിൾ ഡൗൺ ചെയ്തിട്ട് നമ്മൾ ചെയ്തു എന്നുള്ള ഒരു പേര് ആക്കി തീർത്തു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ ഇറാന്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ US വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇറാനെ ആക്രമിച്ചാൽ ഞങ്ങളില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇവിടെ 18 ബില്യനും 15 ബില്യനും ദാണ്ട് ഇപ്പോൾ 26 ബില്യനാണ് ഇസ്രായേലിലെ ഹ്യൂമാനിറ്റേറിയൻ ഫോർ ക്രൈസിസിനും സിവിലിയൻസിനും ഒക്കെ ആയിട്ടും ഗാസയിലെ കോൺഫ്ലിക്ട്സ് ഉള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇപ്പം സെനറ്റ് അപ്രൂവ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് 26 ബില്യൺ. സോ അയൺ ക്ലാഡ് സപ്പോർട്ടാണ് ബൈഡൻ ഓഫർ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം പറയുമ്പോൾ അയൺ ക്ലാഡ് സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ ഈസ് കമ്മിങ്. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാതെ എങ്ങനെയാണ് ഇലക്ഷനിൽ ബൈഡന് ഒരു ചാൻസ് ഉള്ളത്?
ജനങ്ങൾ ഭൂരിപക്ഷം ഇസ്രായേലല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്, ലോ മേക്കേഴ്സ്, ടാക്സ് പേയേഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടായെങ്കിലും ഞങ്ങളും ചെയ്തു, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ഇതിലേക്ക് പോകുന്ന ടോമാസ് സാറ് പറഞ്ഞതുപോലെ ഞാനും കരുതുന്നില്ല. ഇത് ഇങ്ങനെയൊക്കെ കൊണ്ട് തന്നെ അങ്ങ് നിൽക്കുമെന്നും, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഗാസയിലെ ആ പരിപാടി അവർ തുടങ്ങിയ മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ ഷെമി അന്ത്രു, എന്തായാലും അങ്ങ് ഇറാൻ നൽകാൻ ഉദ്ദേശിച്ച ഒരു സന്ദേശത്തെക്കുറിച്ച് പറഞ്ഞു, ഇസ്രായേൽ തിരികെ നൽകാൻ ഉദ്ദേശിച്ച സന്ദേശത്തെക്കുറിച്ച് ഇപ്പോൾ ശ്രീ ജോൺ പണിക്കരും പറഞ്ഞു. അപ്പോൾ ഈ സന്ദേശം നൽകുന്നത് ആയുധങ്ങൾ ഉപയോഗിച്ചാകുമ്പോൾ ഇതിനെന്താണ് പരിഹാരം? ഇത്തരത്തിൽ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള സന്ദേശമാണോ നൽകേണ്ടത്? ഇതിനൊക്കെ അപ്പുറമായി സമാധാനം പുനഃസ്ഥാപിക്കുക, ഭക്ഷ്യ വസ്തുക്കൾ, മരുന്ന് അടക്കമുള്ള വസ്തുക്കൾ യുദ്ധമേഖലയിലേക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് എത്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് വീണ്ടും വീണ്ടും സന്ദേശം നൽകുമ്പോൾ ഇത് എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഇത് ശരിയാണ്. ഇതിന്റെ ക്രക്സ് ഓഫ് ദ പ്രോബ്ലം എന്ന് പറയുന്നത് ഗസ തന്നെയാണ്, ഗസയിലെ കോൺഫ്ലിക്റ്റ് തന്നെയാണ്. ഇറാനെ നമുക്ക് മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം ഇറാനെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിടാൻ നോക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ തുടരുക എന്ന് പറയുന്നത്, നമുക്കറിയാം, വാർ ക്യാബിനറ്റ് ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാൻ കഴിയുന്നത്. ഇപ്പം ഈ യുദ്ധം എന്ന് അവസാനിക്കുന്നുവോ അന്ന് നെതന്യാഹുവിന്റെ അധികാരം അവസാനിക്കും, അദ്ദേഹത്തിന് താഴെ ഇറങ്ങേണ്ടി വരും. അപ്പോ യുദ്ധം തുടർന്നുകൊണ്ട് പോവുക എന്നത് നെതന്യാഹുവിന്റെ നയമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് കൂടാതെ പ്രത്യേകിച്ചും ഇറാനെ പ്രധാന ശത്രുവായി കണ്ടിരുന്നയാളാണ് നെതന്യാഹു. അപ്പോ ഗസയുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിൽ പോലും അൾട്ടിമേറ്റ്ലി ഇറാനെ അടിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ പല കാരണങ്ങളും കാണാം. ഇപ്പൊ ഇസ്രായേലി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നെതന്യാഹുവിന്റെ പാർട്ടി തന്നെ ഒരു തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്. പക്ഷെ അതിനേക്കാൾ വലിയ എക്സ്ട്രീം റൈറ്റ് വിങ് ആയിട്ടുള്ള പാർട്ടികളുടെ ഒരു കോalitionആണത്. അപ്പം ആ വാർ ക്യാബിനറ്റിൽ തന്നെ നേരത്തെ ടോം സാർ സൂചിപ്പിച്ച പോലെ ഇസ്രായേലിൽ തന്നെ വിരുദ്ധ അഭിപ്രായങ്ങളും കോൺഫ്ലിക്റ്റുകളും ഉണ്ട്. ഒരു സാധാരണ നമ്മൾ കാണാത്ത ഒരു കാര്യമാണ്, ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു യുദ്ധം നടക്കുമ്പോൾ, ഒരു യുദ്ധത്തിന്റെ സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കും, ആ രാജ്യത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കും. പക്ഷെ അതുപോലും കാണാൻ കഴിയാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിലെ വാർ ക്യാബിനറ്റിൽ തന്നെ എത്രയോ കോൺഫ്ലിക്റ്റുകൾ ഉണ്ട്. അവര് വിരുദ്ധ അഭിപ്രായം പലപ്പോഴും പുറത്തു തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ കാരണങ്ങളുണ്ട്. അതായത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപിത നയങ്ങൾ, അതായത് പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. ഗാസ കോൺഫ്ലിക്റ്റിൽ എന്തൊക്കെയായിരുന്നു പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ? ആദ്യം നെതന്യാഹു പറഞ്ഞത് ഹോസ്റ്റേജസിനെ എല്ലാം മോചിപ്പിക്കുക, പിന്നെ ഹമാസിനെ വൈപ്പ് ഔട്ട് ചെയ്യുക, ഹമാസിനെ ഇല്ലാതാക്കുക, പിന്നെ ഇനി ഒരിക്കലും ഒരു ത്രെറ്റ് ഗസയിൽ നിന്ന് വരാത്ത വിധം ഗസ ഓക്യുപ്പൈ ചെയ്യുക. ഈ പറയുന്ന ഒരു ഉദ്ദേശങ്ങളും ഒരു ലക്ഷ്യങ്ങളും സാധിക്കാൻ നെതന്യാഹുവിന് സാധിച്ചിട്ടില്ല. ഹമാസിനെ വൈപ്പ് ഔട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല, ഹോസ്റ്റേജസിനെ ഫ്രീ ചെയ്യാൻ സാധിച്ചില്ല. ഹോസ്റ്റേജസിനെ ഹമാസ് സീസ് ഫയറിനോടനുബന്ധിച്ച് ഹമാസ് ആയിട്ട് വിട്ടുകൊടുത്തതല്ലാതെ, മാത്രമല്ല അവര് തന്നെ, ഇസ്രായേൽ തന്നെ അവരുടെ ആക്രമണത്തിലൂടെ അവരുടെ തന്നെ ഹോസ്റ്റേജസിനെ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പോ ഇസ്രായേലിന് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ ഗസയിൽ സാധിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. പിന്നെ മെസ്സേജ് കൊടുക്കുന്നതിലുപരി, ക്രിസ്ത്യാന ചോദിച്ചത് മെസ്സേജ് കൊടുക്കേണ്ടത് ആയുധം കൊണ്ടാണോ? അല്ല, ശരിയാണ്, അത് ആർക്കാണ് അറിയാത്തത്, ആയുധം കൊണ്ടല്ല. പക്ഷെ ലോക രാജ്യങ്ങളെല്ലാം പറഞ്ഞിട്ടും, എത്രയോ UN റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടും അമേരിക്ക മാത്രമാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് നിലകൊണ്ടിരുന്നത്. മറ്റു ലോകരാജ്യങ്ങളെല്ലാം അമേരിക്ക മാത്രം വീറ്റോ ചെയ്തതിന്റെ പേരിൽ എത്രയോ UN റെസൊല്യൂഷൻ ഇസ്രായേലിനെതിരെ പാസ്സാകാതെ പോയിട്ടുണ്ട്. പക്ഷെ പാസ്സായ UN റെസൊല്യൂഷനിൽ ഇത്രയും UN റെസൊല്യൂഷൻസ് അവഗണിച്ച ഒരു രാജ്യം വേറെയില്ല. ഇപ്പൊ തന്നെ ഇവരൊരു ഒക്യുപ്പൈങ് ഫോഴ്സ് ആണ്. പലസ്തീനിലും ഗസയിലും ഇവരൊരു ഒക്യുപ്പൈങ് ഫോഴ്സ് ആണ്. ഒക്യുപ്പൈങ് ഫോഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവർ ഗസയിൽ ചെയ്യുന്നത്. ഇപ്പൊ ഹങ്കറിനെ കുറിച്ച് പറഞ്ഞു ടോം സാർ അവിടെ. ശരിയാണ്, ഹങ്കർ ദേ ആർ ആക്ച്വലി യൂസിങ് ഇറ്റ് ആസ് എ വെപ്പൺ.
അതായത് ഗസയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ അത്രയും വലിപ്പമുള്ള വളരെ ചുരുങ്ങിയ ഒരു പ്രദേശമാണ്. അവര് 4 ഭാഗത്തു നിന്നും അവരെ അടച്ചു കെട്ടിയിരിക്കുകയാണ്. അവർക്ക് വെള്ളമില്ല, കുടിവെള്ളമില്ല, ഭക്ഷണമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. എല്ലാം ഇസ്രായേലിന്റെ ദയയാണ്. കാരണം ഇസ്രായേൽ ഒരു ഒക്യുപ്പൈങ് ഫോഴ്സ് ആണ്. അവരുടെ ദയയിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന ഒരു ജനതയാണ് അവര്. അപ്പോ ഒരു ഒക്യുപ്പൈങ് ഫോഴ്സ് എന്ന നിലയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇസ്രായേൽ അവിടെ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. പിന്നെ എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ ആയിട്ടും നമ്മൾ കണ്ടതാണ് ഈ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്ത സമയത്ത് ആ ഹോസ്റ്റേജസിന്റെ തന്നെ ഇന്റർവ്യൂ പുറത്തു വന്നു. അവർ തന്നെ പറയുന്നത്, അതായത് അവരോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത് ഹമാസ് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നത് പുറത്തു വന്നു. അതേ സമയത്ത് പലസ്തീനിലെ യാതൊരു കോൺഫ്ലിക്റ്റും ഇല്ലാത്ത, ഇപ്പൊ ഇവര് ഗസയിലെ ഹമാസുമായിട്ടാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇവർ പിടിച്ചുകൊണ്ടുപോകുന്ന ആളുകളോ? വെസ്റ്റ് ബാങ്കില് ഹമാസ് അല്ലല്ലോ. വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇവർ പിടിച്ചുകൊണ്ടുപോകുന്ന ആളുകളെ അവിടെ നിന്ന് റിലീസ് ചെയ്ത ബന്ദികളുടെ ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട്. അവരെ എത്ര ക്രൂരമായിട്ടാണ് ഇസ്രായേൽ ജയിലുകളിൽ ട്രീറ്റ് ചെയ്തിരുന്നത് എന്നുള്ളത് അവരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇറാൻ ഒരു കപ്പൽ പിടിച്ചെടുക്കുകയുണ്ടായി. ആ കപ്പലിൽ നിന്ന് ഇപ്പൊ മോചിക്കപ്പെട്ട് നമ്മുടെ മലയാളിയായ ഒരു നഴ്സ് കഴിഞ്ഞ ദിവസം നാട്ടിൽ തിരിച്ചെത്തി. അവരുടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞതും വളരെ ശ്രദ്ധേയമാണ്. അവർ പറഞ്ഞത് ഇറാൻ കപ്പൽ പിടിച്ചെടുത്തെങ്കിൽ പോലും അവരുടെ ആ ഫോഴ്സ് അവരോട് ഇടപെട്ടത് എത്ര മര്യാദപൂർവ്വമാണ് ഇടപെട്ടത്, എത്ര മാന്യമായിട്ടാണ് അവരെ തിരിച്ചയച്ചത് എന്നെല്ലാം അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് മാധ്യമങ്ങളോട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലോകം എവിടെ നിൽക്കുന്നു ഈ കോൺഫ്ലിക്റ്റിൽ എന്നുള്ളത്. ഈവൻ അമേരിക്കയെ പോലും വെറുപ്പിച്ചുകൊണ്ടാണ് ഈ അടുത്ത് ഇസ്രായേലിന്റെ ചില നടപടികൾ ഉണ്ടായിട്ടുള്ളത്. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശ്രീ ടോമാദിത്യ, ഈ പറയുന്നത് പോലെ തന്നെ ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും തന്നെ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ വളരെ ചുരുങ്ങിയ ഒരു കാലം കൊണ്ട് ഇതൊക്കെ സാധിക്കും, ഇതിനെല്ലാം ഒരു അറുതി വരുത്തും, യുദ്ധം അവസാനിക്കും എന്നൊരു പ്രതീക്ഷയൊന്നും ആർക്കുമില്ലായിരുന്നു. എന്നാൽ പോലും പ്രത്യേകിച്ച് ഒന്നും സാധിക്കാതെ ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിനെന്തായിരിക്കും ഒരു പരിഹാരം? അതേപോലെ തന്നെ ശ്രീ ഷമുന്ദ്രു മുന്നോട്ട് വെച്ച ചില വാദങ്ങളുണ്ടല്ലോ, അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് സമയത്തിന്റെ പരിധി എനിക്കറിയില്ല, എന്നാലും ഞാൻ അധികം ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ. ശ്രീമന്ത് പറഞ്ഞ ഒരു വാക്ക്, ഞാൻ 48 hours ആദ്യം ഉള്ള വാണിംഗ് ഐ വിൽ റിറ്റാലിയേറ്റ് വിതിൻ 48 hours ആയിരുന്നു. അതിനുശേഷമാണ് 12 ദിവസത്തെ സമയം ഉണ്ടായത്. അതാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ 48 പിന്നീട് കറക്റ്റ് വാണിംഗ് എന്ന് വെച്ചാൽ വി ആർ ഗോയിങ് ടു അറ്റാക്ക് എന്നുള്ളത് 48 hours 72 അല്ല 48 hours ഓക്കെ, എന്തായാലും ഡസന്റ് മാറ്റർ, അതൊരു ടെക്നിക്കൽ സാധനം. നമ്മള് ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഇറാന് ഇസ്രായേലിനെ അടിച്ചപ്പം ജോർഡാൻ എങ്ങനെയാണ് പെരുമാറിയത്, ലെബനോൻ എങ്ങനെയാണ് ഇത് റിയാക്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കും. നമ്മൾ ഇതിനകത്ത് നമ്മൾ പലപ്പോഴും ഒരു ഇതിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അതിന്റെ ഭാഗം തന്നെ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇസ്രായേലിന് എന്തുകൊണ്ടാണ് അവിടെ ഒരു മാർച്ച് ഈ യുദ്ധസമയത്തും നമ്മുടെ ഇവിടെയൊക്കെയാണ്, ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ എമർജൻസി പ്രഖ്യാപിക്കും, യു കൻ നോട്ട് ഡു എനിത്തിങ്. പക്ഷെ അവിടുത്തെ ഒരു ജനായത്ത, ഒരു ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസിന്റെ ഒരു വലിയൊരു അപ്പോണിംഗ് ആണ്. The people have the right to express their views. Okay, there's no, അത് വലിയൊരു കാര്യമാണ്. നമ്മളത് ഇറാനെ നമ്മൾ ശ്രദ്ധിക്കുക. ഇറാനിന്റെ പ്രസിഡന്റ് അല്ല അവിടെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് പോലും. ഇത് സുപ്രീം ലീഡർ ഹു ഇസ് നോട്ട് ബീൻ എലക്ടഡ് ഈസ് ആക്ച്വലി ഹാവിംഗ് വേറെ രീതിയിലാണ് ഇലക്ഷൻ. ഇറ്റ്സ് എ തിയോക്രാറ്റിക് സ്റ്റേറ്റ്. അപ്പൊ അതിന് വേറൊരു രീതിയാണ്. അപ്പൊ രണ്ട് ഭാവമാണ്. അതൊന്നും ഓരോ ആ രാജ്യത്തിന്റെ പരമാധികാരവും ആ രാജ്യത്തിന്റെ രീതിയും. അതുപോലെ തന്നെ ഞാൻ ഇതിനർത്ഥം ഇസ്രായേല് ഇറാനിന്റെ എംബസി ആക്രമിച്ചതിനെ ഞാൻ സ്വാധീനിക്കുന്നു ഇല്ല. തീർച്ചയായും ഒരു അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് തെറ്റാണ്. പക്ഷെ അവര് ദേ വാണ്ട് ടു ഗിവ് എ മെസ്സേജ്, ഞങ്ങളെ അടിക്കുന്ന ഓരോ വ്യക്തിയും ഞങ്ങൾ കണക്ക് ചോദിക്കും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് അത്. ഇപ്പം തന്നെ നമ്മൾ ചില വാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ദേ വാണ്ട് ടു അറ്റാക്ക്, റഷ്യൻ നിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ഒരു ഇസ്രായേലിന് വേറൊരു കാഴ്ചപ്പാടാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ ഇറാനെ അറ്റാക്ക് ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് റഷ്യയുടെ പല എയർ ഡിഫൻസ് സിസ്റ്റംസ് ആയിരുന്നു ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ടു ഷോ ദാറ്റ് ഇറ്റ്സ് ഫ്യൂട്ടൈൽ, നിന്റെ എന്ന് വെച്ചാൽ ഫലപ്രദമല്ല, നിന്റെ സാധനം യാതൊരു നിഷ്ഫലമാണ്, ഞങ്ങളുടെ മുമ്പിൽ നിന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്. അതൊരു മെസ്സേജാണ്. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു വാർ ടാക്ടിക്, ബട്ട് ദേ ആർ ആക്ച്വലി ഓൾസോ ദർ ഇസ് എ സെൽഫ് കൺട്രോൾ. വി ഹാവ് ടു സീ, വേറെ പലയിടത്തും അടിക്കാമായിരുന്നു. ദേ വോണ്ട് ടു ഷോ ദാറ്റ് വി കുഡ് ഡു എനി പാർട്ട്. പക്ഷെ അതൊരു എസ്കലേഷനിലേക്ക് പോകരുന്ന ആഗ്രഹത്തോടുകൂടി തന്നെ ആകണം എന്ന് തന്നെ വിചാരിക്കുന്നു. കാരണം എത്രയോളം ഇറാനിയൻ ജനറൽസിനെയാണ്, അതെ ഇതിന്റെ പിന്നാമ്പറമുണ്ട്.
ഇറാനിയൻ യുക്രൈൻ നമ്മുടെ ന്യൂക്ലിയർ ബോംബിന്റെ ഒക്കെ എക്സ്പെരിമെന്റിന് ഇറാനിനെ തടുത്തു നിർത്തുന്നത് ഈ മൊസാദാണ്. കാരണം പലപ്പോഴും ഇസ്രയേലിന്റെ വലിയ ആക്രമണം ഇറാനെ നേരിടുന്നുണ്ട്. അപ്പം ഒരു കാലഘട്ടത്തിൽ നല്ല സൗഹൃദമായിട്ട് കഴിഞ്ഞിരുന്ന രണ്ട് രാഷ്ട്രം പിന്നീട് ഒരു പവർഫുൾ. എന്തുകൊണ്ടാണ് ഇറാൻ ഇതിലേക്ക് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാൻ വാസ് ഡൂയിങ് എ പ്രോക്സി വാർ ഓൾറെഡി. സോ ഇതിനകത്ത് ഗസയാണെന്ന് പറഞ്ഞാലും ദേ വോണ്ട് ടു ഷോ മുസ്ലിം വേൾഡിന്റെ പവർ ഞങ്ങൾക്കാണ്, ഞങ്ങളുടെ ഹെഗമണി ഞങ്ങൾക്കാണ് എന്നുള്ളത് ഷോ ചെയ്യാൻ വേണ്ടിയാണ് ഇറാൻ ഇതിലേക്ക് വരുന്നത്. നേരത്തെ ഈ കാഴ്ചപ്പാടല്ലായിരുന്നു ഉണ്ടായിരുന്നത്. സോ യു ഹാവ് ടു സീ ദാറ്റ് പാർട്ട്. എങ്കിലും ഇനിയുള്ള ഒരു കാര്യമുണ്ട്. പലസ്തീനികളിൽ, അതാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ക്രക്സിസ് ഓവർ ദേ. പലസ്തീനികൾക്ക് ഫുഡും ഇതും എത്തിക്കുവാൻ വേണ്ടി ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് കൊടുക്കും. ഇനി ഇതൊരു യുദ്ധത്തിനൊരു പറുതി. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും യുഎസിന്റെയും ഇംഗ്ലണ്ടിന്റെയും ഒക്കെ വാണിംഗുകൾ ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നത്. സോ ദേ വോണ്ട് ടു കണ്ടെയ്ൻ ഇറ്റ്. ദാറ്റ്സ് ആക്ച്വലി ദ. പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഹമാസിന്റെ 19 കണ്ടിജൻസിനെ അവർ തകർത്തു. അപ്പം ദേ വർ ഡൂയിങ് ഇറ്റ്, ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി ഈസി. ഒരു ടാർഗറ്റ് മാത്രം ഈസി അല്ല. ദേ ആർ ആക്ച്വലി ഡൂയിങ്. അത് ഉണ്ടാകാതെ കഴിയുന്നത് സമാധാനത്തിന്റെ ഒരു ഇത് മോചനം ഉണ്ടാകട്ടെ. ഈ ഇസ്രായേലിന് പിടിച്ചു പോയവരെ, ബന്ദികളെ മോചിപ്പിക്കട്ടെ, സമാധാനം ഉണ്ടാകട്ടെ എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതിനുവേണ്ടി 2 സ്റ്റേറ്റ് സൊല്യൂഷൻ തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. സോ ദാറ്റ് ദാറ്റ് ഈസ് അതെന്തായാലും ഓൺലി സൊല്യൂഷൻ. കഴിഞ്ഞ കുറെ നാളുകളായി ഈ ഒരു സമാധാന പ്രതീക്ഷയോടുകൂടെയാണ് ഓരോ തവണയും നമ്മൾ ചർച്ച അവസാനിപ്പിക്കുന്നത്. ശ്രീ ജോൺ അതെ, പണിക്കർ, നമുക്ക് സമയപരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അങ്ങയുടെ ഒരു കൺക്ലൂഡിംഗ് റിമാർക്സ്, നമ്മുടെ മറ്റു രണ്ട് പാനലിസ്റ്റുകളുടെയും വാദഗതികൾ അങ്ങ് കേട്ടല്ലോ. ആ മാഡം, അതിനകത്ത് വളരെ എനിക്ക് ഒപ്പോസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് വന്നത്, ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടു. എന്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല? അവരെവിടെയാണ്? 10-35,000 പേരെ, കുട്ടികളും സ്ത്രീകളും വൃദ്ധരും അടക്കം പാവം പിടിച്ചവരെ കൊല്ലാൻ വിട്ടുകൊടുത്തിട്ട് അവർ മാളത്തിന്റെ കീഴിൽ പോയി ഒളിച്ചിരിക്കും. അതല്ലേ യാഥാർത്ഥ്യം? ഇനിയിപ്പോ അവർ എന്ത് ധീരതയാണെന്നുള്ളത്, അത് ഭീരുത്വമല്ലേ? ആ രീതിയിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അത് ഇസ്രായേൽ വ്യക്തമായിട്ടും പ്രോഗ്രസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നോർത്ത് സൈഡിൽ നിന്ന് തുടങ്ങി സൗത്തിലേക്ക് വന്നു. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ റാഫ സിറ്റിയും കൂടെയാണ് നെക്സ്റ്റ്. അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതും കൂടെ ക്ലിയർ ചെയ്ത്, അപ്പോൾ എപ്പോഴും ഒരു വ്യക്തമായ പ്ലാനോട് കൂടിയ, പണ്ട് 6 രാജ്യങ്ങളോട് ഒരുമിച്ച് അടിച്ച ഒരു രാജ്യമാണ്. വ്യക്തമായ പ്ലാനോട് കൂടിയാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ടപ്പ് എന്ന് പറഞ്ഞൊരു പൊട്ടലും ചീറ്റലും ഒക്കെ ആയിട്ട് തുടങ്ങും. പിന്നീട് അതിൻ്റെയാണ് ഒരുപാട്, ഞാനത് പറയുമ്പോഴും നമ്മൾ വളരെ അനുദപിക്കുന്നു. ഒരുപാട് നിസ്സഹായരുടെ ജീവൻ ബലിയാക്കപ്പെട്ടു. അതെല്ലാം നമ്മൾ അനുദപിക്കുന്നു. അറ്റ് ദ സെയിം ടൈം അവരെ ആ ഒരു ഫേറ്റിലേക്ക് വിട്ടത് ഈ ഇൻഫെസ്റ്റഡ് പീപ്പിളാണ്. ആലപ്പുഴ ജില്ലയുടെ അത്രയും വലിപ്പമുള്ള ഒരു സ്ഥലമാണെന്ന് ഷിൻസാർ പറയുന്നുണ്ട്. അത്രയും ഒരു സ്ഥലത്ത് വ്യാപിച്ചിരിക്കുന്ന ഒരു ഇൻഫെസ്റ്റേഷൻ, ഐ മീൻ ഹമാസ്, അത് ആ പാലസ്തീനിലെ നിരപരാധികളുടെ എത്രയോ പേരുടെ ജീവൻ പൊലിക്കാൻ കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഹമാസിനെ ഒറ്റക്കെട്ടായിട്ട് ലോകം തള്ളിപ്പറയുകയും ഇത് സ്വാതന്ത്ര്യ സമര രീതിയല്ല, ഇത് തീവ്രവാദമാണെന്ന് വ്യക്തമായി പറയുന്നതിനെ കണ്ടം ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനകത്ത് ജാതി മതമൊന്നും നോക്കരുത്. ഇപ്പോ കേരളത്തിനാണെങ്കിലും ഇതുപോലെ 10,000 റോക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണ്? അവിടെ ഒരു വിചാരമായിട്ട് മാറും. അവരുടെ ടെക്നോളജി കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. ഇപ്പം നെതന്യാഹു അല്ലെങ്കിൽ മാറിയാൽ അതിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരിക്കും കയറി വരുന്നത്. ബിക്കോസ് ദേ ആർ ഫൈറ്റിംഗ് ഫോർ ദെയർ സർവൈവൽ. അതില്ലെങ്കിൽ അവർക്കില്ല. പേഴ്സണൽ ഡിഫെൻഡിങ്, ജീവനാണ് ആഹാരത്തെക്കാളും ഇമ്പോർട്ടന്റ്. നമുക്ക് ഈ ജീവനും കാര്യങ്ങളും സ്വാതന്ത്ര്യവും നമ്മുടെ ഇതൊക്കെ അനുഭവിക്കാൻ കഴിയുന്നത് അതിർത്തിയിൽ നമ്മുടെ പട്ടാളക്കാര് തൂക്കം പിടിച്ചുകൊണ്ട് മഞ്ഞത്തും മഴയത്തും തണുപ്പിലും കൊടുന്തടുപ്പിലും നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നത്. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നത്? പോലീസ്, ലോ എൻഫോഴ്സ്മെന്റും ഉള്ളത് കൊണ്ടാണ് ഈ അരാജകത്വം ഇല്ലാത്തത്. അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജീവൻ ഉണ്ടെങ്കിലേ ഫുഡ് കഴിക്കാൻ പറ്റും. ആ രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇത് ഈ ഒരു രീതിയിലേക്ക് കണ്ടിന്യൂ ആവില്ല. ഇത് തുടങ്ങിയത് ഇസ്രായേൽ പൂർത്തീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടുകൂടി താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ശരി, എന്തായാലും കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ലോക സാമ്പത്തിക മേഖലയിലും വലിയ അനിശ്ചിതത്വങ്ങളായിരുന്നു, വലിയ ആശങ്കകളായിരുന്നു. ഹോർമൂസ് കടലിടുക്കിലെ വ്യാപാരം തടസ്സപ്പെടുമോ എന്ന ഭീഷണി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ലോക എണ്ണ വ്യാപാരത്തിലെ 20% കടന്നു പോകുന്നത് വഴിയാണ് മറ്റ് ചരക്ക് നീക്കം. അതുകൊണ്ട് തന്നെ വിലക്കയറ്റം, അതുപോലെ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളടക്കം ലോകത്തെ ബാധിക്കാനിടയുണ്ട് എന്ന വിലയിരുത്തലുമുണ്ട്. എന്തായാലും വളരെ നന്ദി അതിഥികൾ ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തതിന്. താങ്ക് യു വെരി മച്ച് ശ്രീ ടോം ആദിത്യ, ശ്രീ ഷെമി അന്ത്രു ആൻഡ് ശ്രീ ജോൺ പണിക്കർ.
അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.